ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളൊക്കെ ഈ വർഷം ആരംഭിച്ചു. പ്രൊഫഷണൽ കോളേജുകളൊക്കെ തുറക്കാൻ പോകുന്നു. ഒരു കോഴ്സ് തിരഞ്ഞെടുത്തതുകൊണ്ടോ ഒരു കോഴ്സിന് ചേർന്നതുകൊണ്ടോ നമുക്ക് വിജയം കിട്ടിയെന്ന് ഉറപ്പാക്കാനായിട്ട് പറ്റില്ല. നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ കോഴ്സ് പഠിക്കുന്നതിൻ്റെ രീതി, അതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് നിങ്ങളുടെ പോസിബിലിറ്റീസ് വരുന്നത്. അപ്പോൾ ഒരു ഗ്രാജുവേറ്റ് കാലയളവിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മളൊരു ക്യാമ്പസിൽ നിന്ന് ആ ഒരു കോഴ്സിൽ നിന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടത്, അതിൽ നിന്ന് നമ്മൾ വലിച്ചെടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കേരളത്തിൽ കോളേജുകളൊക്കെ ആരംഭിച്ചു. പുതിയ ഡിഗ്രി രൂപമാറ്റം സംഭവിച്ച ഡിഗ്രിയിലേക്കാണ് പല കുട്ടികളും കോളേജുകളിലൊക്കെ ഇന്ന് ചേർന്നിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷനൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അവരും ഉടനെ തന്നെ കോളേജുകളിലേക്കൊക്കെ പ്രവേശിക്കും. നമ്മളൊരു കോഴ്സ് എടുത്തതുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം നമുക്കൊരു പോസിബിലിറ്റി ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന ഒരു ഡിഗ്രി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ ചൂസ് ചെയ്തതും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇനി എങ്ങനെയാണ് അത് പഠിക്കേണ്ടതെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളൊരു ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോൾ ആ ക്യാമ്പസിൽ നിന്ന് ആദ്യം തന്നെ ഉണ്ടാവേണ്ട ഒരു തിരിച്ചറിവ് എന്താണെന്ന് വെച്ചാൽ, ആ ക്യാമ്പസ് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഡെവലപ്പ് ചെയ്യുള്ളൂ. വെറുതെ അക്കാഡമിക്കായിട്ടുള്ള ഒരു എക്സലൻസ് മാത്രം പോരാ, അക്കാഡമിക്കായിട്ടുള്ള കുറച്ച് നോളജ് മാത്രം പോരാ. അതിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ ഉണ്ടാവേണ്ടത് ഒരു പേഴ്സണൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സെൽഫ് കോൺഫിഡൻസ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇത്തരം കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുക. നല്ല പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ചസ് കൊണ്ടുവരിക. അത്യാവശ്യം വായിക്കാനൊക്കെ തുടങ്ങുക. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്ഡേറ്റഡ് ആകുക. ഇത്തരം വ്യക്തിപരമായൊരു രൂപാന്തരം ഏത് കോഴ്സ് എടുത്ത് പഠിക്കുന്നവർക്ക് ആവശ്യമാണ്. പ്രൊഫഷണൽ കോളേജുകളിലൊന്നും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഏരിയയിൽ വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതിൻ്റെ വലിയൊരു കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഓരോ പ്രൊഫഷനിലേക്കും വരുന്ന ആൾക്കാരുടെ ആ സ്ഥലത്തെയൊക്കെ പ്രതിഫലനങ്ങൾ കാണുമ്പോൾ വളരെ ദാരിദ്ര്യം തോന്നാറുണ്ട് പലയിടത്തും. അപ്പം അത് തന്നെയാണ് ഒരു കാര്യം. ഞാൻ ഈ അടുത്തിടെ ഒരു ബാങ്കിൽ കണ്ടതാണ്. ഒരു ബാങ്കിൽ മാനേജറായിട്ടിരിക്കുന്നത് ഒരു പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ്. കയ്യിലൊരു സ്റ്റീൽ വളയൊക്കെ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്താണ് ഒരു മാനേജറിൻ്റെ പോസ്റ്റിലൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ പെരുമാറണം, ഇതൊക്കെ അടിസ്ഥാനപരമായ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ചന്തയിലൊക്കെ ഒരു ഗുണ്ട നിൽക്കുന്ന പോലെയാണോ ഒരു മാനേജറിൻ്റെ പോസ്റ്റിൽ ഒരു ക്യാബിനകത്ത് ഒരു മാനേജർ ഇരിക്കേണ്ടത്? ഇപ്പോൾ ഓരോന്നിനും വേണ്ട ഒരു ഓറിയൻറ്റേഷൻ ഉണ്ട്. ഡോക്ടേഴ്സിനെയൊക്കെ ചിലരെയൊക്കെ കാണുമ്പോൾ വളരെ പരിതാപകരമാണ് അവരുടെ ഒരു പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നത്. ഒരു ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പോലും പലർക്കും അറിയില്ല. അപ്പം നമ്മൾ ഏത് കോഴ്സ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വളരെ ആവശ്യമാണ്. കുട്ടികൾ ഇത് മനസ്സിലാക്കി നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ആവശ്യം വേണ്ട രൂപാന്തരങ്ങൾ സൃഷ്ടിക്കുക. നല്ല ആത്മവിശ്വാസം, സന്തോഷം, പ്രത്യേകിച്ച് ആൾക്കാരായിട്ട് ഇടപെടാനുള്ളൊരു കഴിവ്, ഇൻ്റർപേഴ്സണൽ സ്കിൽ, ഒന്ന് ചിരിക്കാനുള്ള കഴിവ്, സന്തോഷമായിട്ടിരിക്കാനുള്ളൊരു കഴിവ്, ആശയവിനിമയം ചെയ്യാനുള്ളൊരു കഴിവ്, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത് നമുക്ക് വേണ്ട ഒരു കൾച്ചറൽ ഗ്രൂമിംഗ് ആണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കൾച്ചറൽ ഗ്രൂമിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മളെ ലോകം വിലയിരുത്തുന്നത് നമ്മുടെ പ്രതിഫലനങ്ങളിലാണ്. പ്രതിഫലനങ്ങൾ വളരെ സംസ്കാരമുള്ളതായിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഭാഷ, നമ്മുടെ വേഷം, നമ്മുടെ ഒരു പെരുമാറ്റം, നമ്മുടെ ഒരു നടപ്പ്, നമ്മളെ കണ്ടക്ട് ചെയ്യുന്ന രീതി, ഓരോ സ്ഥലത്തും നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി, ഒരു ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് പോലും നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത്, ഒരു ഗ്രൂപ്പിൽ നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത്, സഹപ്രവർത്തകരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മളെക്കാൾ അധികാരം ഇല്ലാത്തവരോട് നമ്മളെങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇതൊക്കെ നമ്മളുടെ ഒരു സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ്. പ്രത്യേകിച്ച് ഒരു കോളേജ് ലൈഫിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ സിസ്റ്റമാണ്. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ പല വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മളിലൊരു വാല്യൂ ഓറിയൻറ്റേഷനൊന്നും നടന്നിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മളൊരു കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മൂല്യങ്ങളെ ഒന്ന് ഉറപ്പിക്കണം. മൂല്യങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ വിൽക്കാനും നെഗോഷിയേറ്റ് ചെയ്യാനും തയ്യാറല്ലാത്ത ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കണം. എന്ന് പറഞ്ഞാൽ ചില നിലപാടുകളൊക്കെ നമുക്കുണ്ടായിരിക്കണം, ചില അഭിപ്രായങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കണം. ആൾക്കൂട്ടം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ചില കാര്യങ്ങളിലൊക്കെ നിലപാട്
പെട്ടെന്ന് ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുകയും ചില കാര്യങ്ങളിൽ നോ പറയുകയും ചില കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയും, ഇതാണ് മൂല്യബോധം എന്ന് പറയുന്നത്. എല്ലാവരും ചെയ്യുന്നതെല്ലാം നമ്മളും ചെയ്യേണ്ട കാര്യങ്ങളില്ല. പ്രത്യേകിച്ച് മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുക. നല്ല പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത, അവർക്ക് ഒരുപാട് ആക്സസറീസ് ഒന്നും വേണമെന്നില്ല. അല്ലാതെ തന്നെ അവർ കംഫർട്ടബിളാണ്, അല്ലാതെ തന്നെ അവർ വളരെ സ്ട്രോങ് ആണ്, അല്ലാതെ തന്നെ അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. അപ്പം മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാനും മറ്റുള്ളവർ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം കാണിക്കാനും ഒക്കെ പോകുന്നത് വ്യക്തിത്വം കുറഞ്ഞ ആൾക്കാരാണ്. മൂല്യബോധം പലപ്പോഴും നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എവിടെ നിൽക്കണമെന്ന്, എവിടെ കൊള്ളണമെന്നും എവിടെ തള്ളണമെന്നും ഒക്കെ ഉള്ളൊരു വ്യക്തത വരുന്നു. എനിക്കെന്താ വേണ്ടതെന്നെങ്കിലും കൃത്യമായിട്ട് അറിയാൻ കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ സ്വാധീനങ്ങളിൽ, ചീപ്പായിട്ടുള്ള സ്വാധീനങ്ങളിലൊക്കെ വീഴാതിരിക്കും. മൂല്യബോധം വളരെ പ്രധാനമായൊരു കാര്യമാണ്. വളരെ പ്രധാനമായൊരു കാര്യം ഒരു കോളേജിൽ നിന്നൊരു യുവാവിന്, ഒരു യുവതിക്ക് കിട്ടേണ്ടത് സോഷ്യൽ ഇൻ്റലിജൻസാണ്. സമൂഹത്തിൽ പ്രവർത്തിക്കാൻ, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കാൻ, സമൂഹത്തിൽ പ്രതികരിക്കാൻ, സമൂഹത്തെ കരുതാൻ. അല്ലാതെ ഇന്ത്യ കൊള്ളത്തില്ല, ഇന്ത്യയിൽ അവസരമില്ല എന്നും പറഞ്ഞ് ഇറങ്ങി ഓടുന്നവരല്ല നമുക്കാവശ്യം. ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് തിരിച്ചറിയുന്നതാണ് ഈ കാലഘട്ടത്തുണ്ടാവേണ്ട വിദ്യാഭ്യാസം. നമ്മുടെ രാജ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഈ രാജ്യത്ത് ആ സാധ്യതകളോ അവസരങ്ങളോ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. ഒരു സോഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ രാജ്യത്തെ രാഷ്ട്രീയ പ്രക്രിയയിൽ, സാമൂഹിക പ്രക്രിയയിലുമൊക്കെ ഇടപെടുക, സാമൂഹികപരമായൊരു ബോധം, സാമൂഹികപരമായൊരു കരുതൽ, അയൽക്കാരനെന്ന് പറയുന്നതും കൂടെ എൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ളൊരു കരുതൽ, എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ സമൂഹം, എൻ്റെ രാജ്യം, ഇതൊക്കെയാണ് ഒരു സോഷ്യൽ ഇൻ്റലിജൻസിലൂടെ വരുന്നത്. പത്രം പോലും വായിക്കാത്ത കുട്ടികളാണെന്ന്, സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാരാണ്. ഉള്ള വളിച്ച വീഡിയോയും എല്ലാം കണ്ടുകൊണ്ട് 24 മണിക്കൂർ ഇരിക്കുന്നു. അപ്പോൾ ഭയാനകമായൊരവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാവേണ്ട ഒരു മാറ്റമാണ് ഒരു സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ ഇൻ്റലിജൻസ് കൂടും തോറും നമ്മുടെ പ്രതിരോധ ശക്തി കൂടും. ഇപ്പോൾ തന്നെ മയക്കുമരുന്നിലും ഒക്കെ ചെന്ന് വീഴുന്ന കുട്ടികൾ, പലതരത്തിലുള്ള ട്രാപ്പുകളിലും ചതികളിലും ഒക്കെ പോയി വീഴുന്ന കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിലെല്ലാം ഒരു സോഷ്യൽ ഇൻ്റലിജൻസ് കുറവാണ്. നേരെ മറിച്ച് ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്ന കുട്ടികളാരാണ്? പൊതുവേ അവർ സാമൂഹികപരമായ ഒരു ബോധം അവർക്കുണ്ട്. അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ചതികളെക്കുറിച്ചും ഒക്കെ അവർക്കറിയാം. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് എവിടെ നിൽക്കണമെന്നറിയാം, ആൺകുട്ടികളാണെങ്കിൽ എവിടെ വരെ പോകണമെന്നറിയാം. അപ്പോൾ ആ വേർ ടു ഡ്രോ ദ ലൈൻ, ഇറ്റ്സ് എ സോഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു സ്ഥലമാണ് കോളേജുകളെന്ന് പറയുന്നത്. കോളേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഗ്രി കൊടുത്ത്, കുറേ അറിവ് മാത്രം കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ജോലിയും കൂടെ കൊടുത്തു തീരുന്നില്ല അവിടെ കൊണ്ട് കാര്യങ്ങൾ. ഒരു മനുഷ്യനെ കംപ്ലീറ്റായിട്ട് രൂപപ്പെടുത്താനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കോളേജ് എന്ന് പറയുന്നത്. കോളേജുകളിൽ നിന്ന് ഇറങ്ങുന്നവർ ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആവുക എന്ന് പറയുമ്പോൾ ലോകത്ത് വ്യത്യസ്തമായി നിൽക്കാനുള്ള കരുത്താണ്, കഴിവാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവനവൻ്റെ ജീവിതത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള, എനിക്കെന്താണ് വേണ്ടതെന്ന് എനിക്കെന്താ വേണ്ടാത്തതെന്ന് തിരിച്ചറിയാനുള്ള ഒരു കരുത്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ വിദ്യാഭ്യാസം സംഭവിച്ചില്ലെങ്കിൽ നമ്മുടെ കോളേജ് ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ പരിതാപകരവും വളരെ ദാരിദ്ര്യം പിടിച്ചതുമായിരിക്കും. അതിന് കോളേജുകൾക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഉള്ള കുട്ടികളെ സമഗ്രമായി വികസിപ്പിച്ചു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് കഴിയണം. കഴിഞ്ഞ ദിവസം കോളേജിൽ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നടക്കുകയാണ്. ആ ഓറിയൻറ്റേഷനിലൊക്കെ വിളിച്ചിരിക്കുന്നതെല്ലാം കച്ചവടക്കാരെയാണ്. IASൻ്റെ ഓരോ ബാങ്ക് ടെസ്റ്റിൻ്റെ ഒക്കെ കച്ചവടക്കാരെ വിളിപ്പിച്ച, അങ്ങനെയല്ല, നല്ല എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരിക, വളരെ നല്ല ഗൈഡൻസൊക്കെ കൊടുക്കാൻ കഴിയുന്ന, നല്ല മോട്ടിവേഷനൊക്കെ കൊടുക്കാൻ കഴിയുന്ന ക്വാളിറ്റിയുള്ള മനുഷ്യരെയൊക്കെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരിക. ചിലപ്പോൾ അതിനൊരു കോസ്റ്റൊക്കെ ഉണ്ടാകും. ആ കോസ്റ്റൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിലും കോസ്റ്റ്ലിയാണ്. അവരെ രൂപാന്തരപ്പെടുത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവരെയൊക്കെ രൂപാന്തരപ്പെടുത്തി നല്ല മനുഷ്യരാക്കുമ്പോഴാണ് നമുക്കൊക്കെ സമാധാനമായിട്ട് നാളെ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ കുറേ തിന്നത്തേ ഉള്ളൂ, ഉറങ്ങില്ല. അപ്പോൾ ഇത്തരത്തിൽ കോളേജ് വിദ്യാഭ്യാസത്തെ അതിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ എല്ലാവർക്കും വെറുതെ ടെക്നിക്കലി കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സല്ല കോളേജ് വിദ്യാഭ്യാസം. നമ്മുടെ കുട്ടികൾക്ക് ജോലിയൊക്കെ ഉണ്ടാവാൻ ഒരു പ്രയാസമില്ല. ഇഫ് ദേ ഹാവ് റൈറ്റ് സ്കിൽസ്, അവർ റൈറ്റായിട്ട് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർക്ക് നല്ല വാല്യൂസ് ഉണ്ടെങ്കിൽ, നല്ല കൾച്ചർ ഉണ്ടെങ്കിൽ, അവർക്കൊരു സോഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ജോലി കിട്ടും. അവർക്ക് അവരുടെ സാധ്യതകൾ ഉയരും, ഒരു സംശയമില്ല. അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ രൂപാന്തരപ്പെടുത്താൻ കഴിയട്ടെ. കുഞ്ഞുങ്ങളോടും എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ബോയ്സ് ആൻഡ് ഗേൾസ്, യങ്സ്റ്റേഴ്സ്, നിങ്ങളോട് പറയാനുള്ളത്, യു ഹാവ് ടു ഫോഴ്സ്ഫുള്ളി ഡെവലപ്പ് ഓൾ ദീസ് തിങ്സ്. ലൈബ്രറിയൊക്കെ ഉപയോഗിക്കുക. കോളേജിലൊക്കെ ഒരുപാട് ക്ലബ്ബുകൾ, ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി, പാർട്ട് ടൈം ജോലിയൊക്കെ എടുക്കുക. അത് കാനഡയിലും UK യിലും മാത്രമല്ല പാർട്ട് ടൈം ജോലി എടുക്കാൻ പറ്റുന്നത്. ഇവിടെയും നമുക്ക് പലതരത്തിലുള്ള പാർട്ട് ടൈം ജോലികളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം, നമുക്ക് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം.
നിങ്ങൾ ഏത് ചെറിയ ജോലി ചെയ്യുമ്പോഴും നിങ്ങളുടെ ഡിഗ്നിറ്റിയാണ് അതിലൂടെ നിങ്ങൾ ലോകത്തോട്ട് കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങളൊരു എക്സാമ്പിളായി മാറുകയാണ്. ആ ലീഡർഷിപ്പാണ് കുട്ടികൾ എടുക്കേണ്ടത്. വീട്ടിൽ അപ്പൻ്റെയും അമ്മയുടെയും പൈസ കൊണ്ട് മാത്രം ജീവിക്കണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായ ചെറിയ പോക്കറ്റ് മണിയൊക്കെ കണ്ടെത്തുകയും നിങ്ങൾക്കൂടെ ആ ഫാമിലിയുടെ ഒരു ഇൻകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ ഈ ഡിഗ്രി കാലയളവിൽ തന്നെ ഒരു അപകർഷതാബോധം ഇതിൽ തോന്നേണ്ട കാര്യമില്ല. അതുപോലെ ലാംഗ്വേജൊക്കെ കുറേ കൂടെ ബെറ്റർ ആക്കിയാൽ നമുക്ക് നമ്മുടെ പോസിബിലിറ്റീസ് കൂടും. കമ്പ്യൂട്ടർ സ്കിൽസൊക്കെ ബെറ്റർ ആക്കിയാൽ നമ്മുടെ പോസിബിലിറ്റീസ് കൂടും. അതുപോലെ തന്നെ നല്ല ഗൈഡൻസൊക്കെ എടുത്താൽ നമ്മുടെ പോസിബിലിറ്റീസ് കൂടും. ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. നിങ്ങളുടെ ഡിഗ്രി കാലഘട്ടം അത്യുജ്വലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.